അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഗദ്ദാമ പറയുന്ന പണികളെല്ലാം റസിയ നല്ല രീതിയിൽ എടുത്തുകൊണ്ടിരുന്നു. എന്നാൽ അവൾ അതുവരെ ചെയ്യാത്ത ഒരു ജോലിയാണ് ഗദ്ദാമ അവൾക്ക് ഏൽപ്പിക്കാൻ കൊടുക്കുന്നത്. ശരിക്കും അവളുടെ മുമ്പിലേക്ക് ഒരുപാട് ഗോതമ്പിൻ്റെ വലിയൊരു ചാക്ക് പൊടിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് അവളോട് പറയുകയാണ്, ഇതെല്ലാം നീ പരത്തിയെടുത്ത് ഇതുകൊണ്ട് പത്തിരി ഹുബ്ബൂസ് ഉണ്ടാക്കി വെക്കണം. ഇവിടുത്തെ നോമ്പിന് ഇവിടുത്തെ അറബികൾ ഇറച്ചി കൂട്ടി കഴിക്കുന്ന ഒരു സംഭവമാണിത്. ഇതൊരു പക്ഷേ നാട്ടിൽ നീ ചെയ്തിട്ടുണ്ടാവില്ല. ഒരെണ്ണം ഞാൻ കാണിച്ചു തരും, ബാക്കിയെല്ലാം നീ ചെയ്യണം, മനസ്സിലായല്ലോ? അങ്ങനെ ഗദ്ദാമ ഒരു വലിയ ചട്ടിയെടുത്ത് അടുപ്പിന്മേൽ വെച്ച് ഒരു മാവൊഴിച്ച് അതിങ്ങനെ തൂത്ത് എടുത്ത് അത് ഉണക്കി അതിൽ നിന്ന് എടുത്ത് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുന്ന ഒരു കാഴ്ച ശരിക്കും അവൾ ഞെട്ടിപ്പോയി. ഇതെന്താ റബ്ബേ, പത്തിരിയുമല്ല, ചപ്പാത്തിയുമല്ല, പൊറോട്ടയുമല്ല, ഇതെന്താണ്, എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അവൾ നോക്കി. അതെ, നോക്കൂ എന്നും വേണ്ട, ഇത് ഒരൊറ്റ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് കണ്ട് പഠിക്കണം, മനസ്സിലായല്ലോ? റസിയ ഗദ്ദാമയുടെ മുമ്പിൽ പേടിച്ച് അവിടെ ഇരുന്നു. അവൾ അതേ രീതിയിൽ ചെയ്തു നോക്കിയെങ്കിലും അവളത് ഒന്നും ശരിയായില്ല. ആകപ്പാടെ എന്തൊക്കെയൊരു വിരകിയ പോലെ അത് ഒരു കറക്റ്റ് രീതിയിൽ അത് വടിച്ചെടുത്ത് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്, ആ ഒരു തരം ഹുബ്ബൂസ്. പക്ഷേ അവൾക്കത് ചെയ്യുന്ന കാര്യത്തിൽ അവൾക്ക് അറിയുന്നില്ലായിരുന്നു ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളത്. എന്താ ഇതെന്ത് സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? വല്ലാത്തൊരു ആള് തന്നെ. എന്നാൽ ആ നിമിഷം തന്നെ ഗദ്ദാമ അവൾ ഉണ്ടാക്കിയ ആ ഒരു ഹുബ്ബൂസ് എടുത്ത്, അതായത് ഹുബ്ബൂസ് അല്ല, എന്തോ ഒരു രീതിയിൽ വിരകിയ പോലുള്ള ഒരു സാധനം, മാവാകപ്പാടെ കുഴഞ്ഞു പോയ രീതിയിൽ അങ്ങനെ അത് ഒരു പ്ലേറ്റിലിട്ട് നേരെ അറബിയുടെ അരികിലേക്ക് പോവുകയാണ്. അർബാവ് അർബാവ്, കണ്ടില്ലേ, പുതിയ വേലക്കാരി നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടുണ്ടാക്കിയ പലഹാരമാണിത്, എന്താണിത് എന്നുള്ള രീതിയിൽ അറബി ചോദിക്കുന്നു. അതെ, ഇതെന്താണെന്നോ നിങ്ങൾക്കിത് മനസ്സിലാവുമോ? ഇതെന്താ? ഇത് നിങ്ങൾക്ക് നോമ്പിന് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന ഹുബ്ബൂസാണിത്. ശരിക്കും അറബി ദേഷ്യത്തോട് ഹുബ്സ്, അതെ, ആ ഹുബ്സ് തന്നെ, ആ ഹുബ്സ് നിങ്ങളുടെ പുതിയ വേലക്കാരി ഉണ്ടല്ലോ റസിയ, അവൾ ഉണ്ടാക്കിയതാണ് ഇത്, നിങ്ങൾക്ക് നോമ്പുകാലത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന രീതിയിൽ ഗദ്ദാമ അറബിക്കു നേരെ അത് നീട്ടി. കൊണ്ടുപോയി ദൂരെ കള. അത് നീ പറഞ്ഞു കൊടുക്കില്ലേ, നീയല്ലേ ഇവിടുത്തെ സീനിയർ, അതുകൊണ്ട് നീ അവൾക്കെല്ലാം പറഞ്ഞു കൊടുക്കണം. എൻ്റെ പൊന്നർബ, ഒന്ന് രണ്ടൊക്കെ കാണിച്ചു കൊടുക്കുന്ന കൊച്ചു കുട്ടിയാണോ അവൾ, ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ? എങ്കിൽ നീ അത് ചെയ്യ്, ബാക്കി കാര്യങ്ങളൊക്കെ അവൾ ചെയ്യട്ടെ. ഓ, എനിക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവളെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ എന്താ അത് മുഴുവൻ ഞാൻ ചെയ്യണോ? എന്താ നിങ്ങളീ പറയുന്നത്? എന്നാൽ ഈ സമയം റസിയ പേടിച്ച് ഇരിക്കുകയായിരുന്നു. പഠിച്ചോനെ, അതുമായി അർബാവിൻ്റെ മുമ്പിലേക്ക് ചെന്നോ? എനിക്കറിയുന്നില്ലല്ലോ റബ്ബേ, അത് എത്രയൊക്കെ തന്നെ ശ്രമിച്ചിട്ടും അവൾക്കത് കറക്റ്റ് രീതിയിൽ ചെയ്യാൻ കഴിയുന്നില്ല. കുറച്ചധികം മാവൊഴിച്ച് ആ ഒരു ചട്ടിയിൽ നന്നായിട്ട് പരത്തിയെടുത്ത് അതിൽ മിച്ചം വരുന്ന മാവ് അതിങ്ങനെ ചട്ടകം കൊണ്ട് ഉതിർത്തെടുത്ത് ആ പാത്രത്തിലേക്കാക്കി അത് ഉണക്കിയെടുക്കുന്ന ഒരു രീതിയിലുള്ള സിസ്റ്റമാണ് അവരുടെ ആ ഒരു നോമ്പിനേക്ക് വേണ്ടിയുള്ള ആ ഒരു ഹുബ്ബൂസ് പോലെയുള്ള സംഭവം ഉണ്ടാക്കുന്നത്. അതവൾക്ക് ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. അല്ലെങ്കിൽ കുറേശ്ശെ എക്സ്പീരിയൻസായി അങ്ങനെ ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല. അവൾക്ക് സത്യം പറഞ്ഞാൽ വിറക്കുന്നുണ്ടായിരുന്നു കൈകൾ. എന്നാൽ പെട്ടെന്ന് ഗദ്ദാം അങ്ങോട്ട് വന്നു. എന്താടി, പിന്നെ അറബി പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് രീതിയിൽ നിന്നോട് പണിയെടുക്കണം, അല്ലെങ്കിൽ നിനക്ക് ഇരട്ടി പണി തരുന്നു. അവൾ പേടിച്ചുകൊണ്ട്, അത് ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ ഇനി ശരിയായിക്കോളാം. റസിയ പേടിച്ചുകൊണ്ട് അവൾ വീണ്ടും രണ്ടാമത്തെ ആ ഒരു അപ്പം ഉണ്ടാക്കുകയാണ്. എന്നാൽ അതുണ്ടാക്കിയിട്ടും അവളത് കറക്റ്റായിട്ട് അത് കിട്ടിയില്ല. ആകപ്പാടെ കട്ടി കൂടി ഒന്നിനും പറ്റാത്ത രീതിയിൽ ശരിക്ക് കിട്ടുന്നുമില്ല. അങ്ങനത്തെ ഒരവസ്ഥ. അതെ, കുറച്ചൊക്കെ തീ കുറച്ച് വെക്കണം, എന്നിട്ട് കുറച്ച് കൂട്ടി കൊടുക്കണം, അല്ലെങ്കിൽ ഒഴിക്കുമ്പോൾ കുറച്ച് കൂട്ടി പിന്നെ കുറച്ച്. ഇതിപ്പോൾ എന്താ, ഒന്നായിട്ട് അങ്ങോട്ട് ആളി കത്തിച്ച് കഴിഞ്ഞാൽ ഇത് എന്തായിത്തീരും? ഒന്നിനും പറ്റാത്ത രീതിയിൽ ഒട്ടിപ്പിടിക്കും. ഇതുവരെ ചുട്ടേ എനിക്ക് വരെ ഇനി ചുടാൻ പറ്റൂല ചട്ടിയിൽ, ആ രീതിയിൽ കാട്ടിക്കൂട്ടി അല്ലേ? ഇങ്ങനെയൊക്കെയാണെങ്കിലേ നീ അർബാവിൻ്റെ കയ്യിൽ നിന്ന് തല്ല് മേടിക്കുക തന്നെ ചെയ്യും. ശരിക്കും റസിയക്ക് പേടി തോന്നി. പ്ലീസ്, ഞാൻ ചെയ്തോളാം,
ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. എന്ത് കാര്യം ചെയ്യാൻ? ഒന്നും ചെയ്യണ്ട. നീ ഈ ഒരു ചാക്കിലുള്ള പൊടി മുഴുവനും എടുത്ത് ഇങ്ങനെ അപ്പങ്ങൾ ഉണ്ടാക്കി ഈ ഒരു പാത്രങ്ങൾ നിറച്ച് വെക്കണം. ഇത് നിനക്കുള്ള ഡ്യൂട്ടിയാണ്. ഇത് കഴിഞ്ഞിട്ട് മറ്റു ഡ്യൂട്ടിക്ക് നീ പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അതാ ഗദ്ദാമ അവിടെ നിന്ന് അപ്പുറത്തേക്ക് പുറപ്പെട്ടു. ഞോള് കുറച്ച് ചെയ്യട്ടെ എന്ന് കരുതിയിട്ട്. എന്നാൽ ഗദ്ദാമ വരുമ്പോഴേക്കും അതെല്ലാം തീർക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെ, ആ ഗോതമ്പ് മാവ് കലക്കി അത് അവൾ ഓരോന്ന് ചുട്ടെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ ഒന്നും ശരിയാണില്ല. റബ്ബേ, എനിക്ക് പേടിയാവുന്നു. ഞാൻ എന്താ ചെയ്യുക? കാരണം ഇത്രയധികം സാധനം വേസ്റ്റ് ആക്കുന്നത് ശരിയല്ലല്ലോ. ഇതൊന്നും റെഡിയാണില്ലല്ലോ റബ്ബേ. എനിക്കത് കഴിയണില്ല. ഗദ്ദാം ഇതെല്ലാം എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. പഠിച്ചോനെ, ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരെവിടെ എന്ന് കരുതി അടുക്കളയുടെ ഒരു ഭാഗത്തേക്ക് പോയി നോക്കി. ഇല്ല. എന്നാൽ തൊട്ടപ്പുറത്തുള്ള ആ ഒരു വലിയ റൂമിൽ നിന്ന് ഒരു കൂർക്കം വലിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഓ, അവരിഞ്ഞ് ഉറങ്ങായിരിക്കുമോ ആവോ? എന്താ അറിയില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഞാൻ? അവൾ പെട്ടെന്ന് അടുക്കളയുടെ മറ്റേ ഭാഗത്തു കൂടെ അപ്പുറത്തേക്ക് ഇറങ്ങി. ആ ഭാഗത്തേക്ക് പോകരുത് എന്ന് പ്രത്യേകമായിട്ട് ഗദ്ദാമയുടെ ഓർഡർ ഉണ്ടായിരുന്നു. പക്ഷെ ആരെയും കാണാതെ പിന്നെ എന്ത് ചെയ്യും? എന്നാൽ ഒരു നിമിഷം ആ വഴിയിലൂടെ പോയപ്പോൾ അതാ അപ്പുറത്ത് നല്ലൊരു റൂം കാണുന്നു. അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ലക്ഷറി ലുക്കിൽ ഒരു റൂം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് കുറച്ച് നല്ല ഡ്രസ്സുകൾ അവിടെ ഉണങ്ങാനായി ഇട്ടിരിക്കുന്നു. അതെ, നല്ല അബായകളും അങ്ങനെയൊക്കെ. ഒരു നിമിഷം അവൾ ആലോചിച്ച് പോയി, ഇതിപ്പോൾ ഇത്രയും നല്ല അബായ പർദ്ദകളൊക്കെ യൂസ് ചെയ്യുന്നത് ഒരിക്കലും ഗദ്ദാമയല്ല. ഗദ്ദാമയുടെ ഡ്രസ്സും കാര്യങ്ങളും അപ്പുറത്തായിരിക്കും. ഇനിയിപ്പോൾ ഇവിടുത്തെ അറബിച്ചി അവരെ ഒന്ന് ശരിക്ക് കണ്ട് സംസാരിക്കാനും പറ്റിയിട്ടില്ല. കാര്യങ്ങൾ അവരോടൊന്ന് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അതാ അവർ അങ്ങോട്ടെത്തുന്നു. റസിയ അങ്ങോട്ട് വരുന്ന ആ രംഗം ശരിക്കും അതാ ഉമ്മുൽ ഖൈർ ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു. എങ്കിലും അവൾ ആ വാതിലിൽ പതുക്കെ തട്ടിക്കൊണ്ട് വിളിച്ചു, മേഡം, മേഡം. എന്നാൽ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഉമ്മുൽ ഖൈർ. വാതിലിൽ ചെറുതായൊരു മുട്ടൽ കേട്ട് അവൾ തുറന്നു നോക്കി. ആ, റസിയ മേഡം, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വന്നതാണ്. എന്താ മോളെ? മോളോട് കയറ്. എന്താ അവിടെ നിൽക്കുന്നത്? മേഡം, എനിക്ക് ആ ഹുബൂസ് ഉണ്ടാക്കുന്ന രീതി എനിക്ക് അറിയുന്നില്ല. എന്നെ ഏൽപ്പിച്ച അവരെവിടെ? നിൻ്റെ ഗദ്ദാമ? അവർ എന്നെ ഒന്ന് കാണിച്ചു തന്ന് ബാക്കിയെല്ലാം ഒറ്റക്ക് ചുരണമെന്ന് പറഞ്ഞ് ഒരു ചാക്ക് പൊടിയെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. എനിക്കത് ചുടാൻ കഴിയുന്നില്ല. പക്ഷെ ഞാൻ എത്ര ശ്രമിച്ചിട്ട് എനിക്ക് ബാക്കി എന്ത് ക്ലീനിങ്ങും കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. പക്ഷെ അത്രയും സാധനം വേസ്റ്റായി പോകുമല്ലോ. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വരുമ്പോഴേക്ക് അതൊക്കെ മുഴുവനായി ചുട്ട് വെക്കാൻ. അത് കുറേ ദിവസത്തെ അധ്വാനമാണിത്. എനിക്ക് അത് നീ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്കതിനെക്കുറിച്ച് അറിയണില്ല മേഡം. ഞാൻ എന്താ ചെയ്യുക? അത് ബാക്കി എന്ത് ജോലിയും ഞാൻ ചെയ്തോളാം. എന്നാൽ അത് കേട്ടപ്പോൾ ഉമ്മുൽ ഖൈറിന് വല്ലാത്ത വിഷമായി. മോളെ, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ആ പണി നീ ചെയ്യണ്ട. അവൾക്ക് ഭയം തോന്നി. പടച്ച റബ്ബേ, അല്ലാ, ആ പണി ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? വരുമ്പോഴേക്കും അവളുടെ മുഖത്തെ ആ ദയനീയത കണ്ട് ഉമ്മുൽ ഖൈർ, മോൾ എന്തെങ്കിലും കഴിച്ചോ? വാ, എന്തെങ്കിലും കഴിക്കാം. എന്നാൽ ഉമ്മുൽ ഖൈർ ഉണ്ടാക്കിയ ഭക്ഷണം അവൾക്ക് നൽകി. മോളെ, ഇത് കഴിക്ക്. അതെ, ശരിക്കും എന്തൊക്കെയൊരു സ്പെഷ്യൽ അറബിക് ഫുഡായിരുന്നു. അവൾ ഒരിക്കൽ പോലും അത് രുചിച്ചിട്ട് പോലുമില്ല. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് തനിക്ക് നൽകിയ ഭക്ഷണം അത് റസിയ കഴിക്കുന്നു. വളരെയധികം ടേസ്റ്റി ഉള്ളതായിട്ട് തോന്നി. മോളെ, നിങ്ങളെപ്പോലെ മസാലയും കാര്യങ്ങളും ഞങ്ങളധികം യൂസ് ചെയ്യാറില്ല. പിന്നെ ഇത് എൻ്റെ ഫുഡാണ്, ഞാനായിട്ട് എനിക്ക് ഉണ്ടാക്കുന്നതാണ് മോളെ. അതെ, എൻ്റെ ഒരു വയറിനിപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോൾ മേഡത്തിന് ഫുഡൊക്കെ അവരല്ലേ? മേഡത്തിന് ഫുഡ് അവരുണ്ടാക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ഒറ്റക്കാണ് മോളെ കഴിക്കാറുള്ളത്. അതെന്താ മേഡം? മോളെ, അതിലൊക്കെ ഒരുപാട് കഥകളുണ്ട്. അതൊക്കെ മോളോട് പറഞ്ഞ് മോളെ ഞാൻ വിഷമിപ്പിക്കൂല ഒരിക്കലും. മോള് ഭക്ഷണം കഴിക്ക്. അങ്ങനെ അത് സ്നേഹത്തോടെ ഉമ്മുൽ ഖൈർ കൊടുത്ത ആ ഒരു ഭക്ഷണം അവർ കഴിച്ചു. എന്നാൽ അവർക്ക് ഗദ്ദാമയുടെ ആ ഒരു കിച്ചണിലേക്ക് പോകാൻ ഭയമായിരുന്നു. എനിക്ക് പേടിയാവുന്നു. ഞാനത് മോളെ, അങ്ങനെ ആ പണിയൊന്നും നീ ചെയ്യണ്ട കേട്ടോ.
അറിയുന്ന പണി എന്തെങ്കിലും ചെയ്താൽ മതി. ഓക്കെ, ഭക്ഷണം കഴിച്ചില്ലേ? വയറ് നിറഞ്ഞോ? എന്നാൽ അപ്പോൾ തന്നെ ഉമ്മുൽ ഖൈർ അവൾക്ക് വേണ്ടി അതാ തൻ്റെ ഡ്രസ്സിൻ്റെ ആ ഒരു ലോകത്തിൽ നിന്നും കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് പറഞ്ഞു, മോളെ ഇതാ ഇത് അവിടെ വെച്ചോളൂ, മാറ്റിമറിച്ചൊക്കെ ഉപയോഗിക്കാമല്ലോ. അത് അതിമനോഹരമായ 2 അബായകളും പിന്നെ നൈറ്റ് ഡ്രസ്സ് പോലുള്ള 2 മാക്സികളും ഒക്കെ അവൾക്ക് വേണ്ടി സന്തോഷത്തോടു കൂടി നൽകുന്നു. മേഡം, അതെ മോളെ, സന്തോഷത്തോടെ സ്വീകരിക്കുക. പിന്നെ മോൾക്ക് വേണ്ടി ഞാൻ കരുതി വച്ചിരുന്ന എന്തൊക്കെയോ, പക്ഷെ എന്ത് ചെയ്യാൻ, ഒരിക്കലും എനിക്ക് ജോലിക്ക് വേണ്ടിയിട്ടല്ലല്ലോ നിന്നെ നിയോഗിച്ചത്, അത് അവരുടെ ജോലിക്ക് വേണ്ടിയിട്ടല്ലേ. സാരമില്ല മേഡം, ഞാൻ എന്താ ചെയ്യേണ്ടത് അങ്ങക്ക് വേണ്ടിയിട്ട്? ഒന്നും വേണ്ട മോളെ, മോൾക്ക് അപ്പുറത്തുണ്ടാവും എൻ്റെ ഭർത്താവ് ഏൽപ്പിച്ച വല്ല പണികളും, അത് മോള് കഴിയുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലാത്തതൊന്നും ചെയ്യേണ്ട. തെറ്റായ രീതിയിൽ ഞാൻ നിന്നെ വിനിയോഗിക്കപ്പെടുത്തുന്നില്ല, കാരണം ഒരിക്കൽ പോലും നീ വേണ്ട ഒരു ധിക്കാരിയായിട്ട് എനിക്ക് ആവുന്നത് ഇഷ്ടമല്ല മോളെ. അതുകൊണ്ട് എന്നാൽ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി ഉമ്മുൽ ഖൈറിൻ്റെ കാര്യത്തിൽ. അത് ശരിക്കും നല്ല പ്രശ്നത്തിൽ തന്നെയാണ് ഉമ്മുൽ ഖൈറെന്ന് അവൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. എന്നാൽ അവൾ അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ പണിക്ക് വേണ്ടി പോയി. എന്നാൽ അവൾക്കത് കഴിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗദ്ദാമ അവർ എഴുന്നേറ്റ് വന്നു. എന്തായി, കഴിഞ്ഞോ? ഏ ഇതെന്താ ആകെ 4-5 ചുട്ടു വെച്ചിട്ട് ഇത് എവിടെ പോയി? അപ്പോൾ ഇതുവരെ എന്തായിരുന്നു പണി? എനിക്ക് നന്നാവുന്നില്ല. അപ്പോൾ ഓ, വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. അർബാവ് കൊണ്ടുവന്ന ഗദ്ദാമ, പറ്റ മോശം, തീരെ ഒരു ഉഷാറില്ലല്ലോ. ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ? മേഡം, എനിക്ക് കാണിച്ചു കൊടുക്കരുത് ദയവായി പ്ലീസ്, എനിക്കത് കഴിയാനിട്ടാണ്. ഇതല്ലാത്ത വേറെ എന്ത് ജോലിയും ഞാൻ ചെയ്തോളാം. എന്തായാലും വേണ്ടില്ല, ഈ ജോലി നീ കംപ്ലീറ്റ് ആക്കണം. എന്നാൽ അതിനു മുമ്പ് ഫ്ലോർ ആകെ പോയിട്ട് ക്ലീൻ ചെയ്യേ. അങ്ങനെ അതാ അറബിയുടെ വീട്ടിലെ ആ ഒരു വലിയ കൊട്ടാരത്തിലേക്ക് അവൾ തുടയ്ക്കുവാനുള്ള മോപ്പും വെള്ളവുമെല്ലാം എടുത്ത് പോകുന്നു. അവൾ അതാ അവിടെ എവിടെയായിട്ട് നല്ല രീതിയിൽ തട്ടിക്കൊട്ടി അടിച്ചു വാരി വൃത്തിയാക്കി അത് ചെയ്യുന്നു. എന്നാൽ അതിനിടയിൽ അവിടെ ഇവിടെയായിട്ട് ക്യാഷും കാര്യങ്ങളൊക്കെ കിടക്കുന്നു. അതോർത്തു ഷാമിലെന്ന് പറഞ്ഞ ആ കാര്യം, അറബികളെന്ന് വെച്ചാൽ അവർ പല രീതിയിൽ വിളവെടുക്കുന്നവരായിരിക്കും. അതായത് പല സാധനങ്ങളും അവിടെയും ഇവിടെയും വെക്കും. വെച്ച് കഴിഞ്ഞ് ആദ്യമായിട്ടൊക്കെ വരുന്ന വേലക്കാരികളൊക്കെ ആകുമ്പോഴേ ഈ നിലത്ത് കിടക്കുന്ന ക്യാഷും സ്വർണ്ണാഭരണങ്ങളൊക്കെ കാണുമ്പോൾ അവർ പെട്ടെന്ന് എടുക്കുമല്ലോ. അത് അവരുടെ പരീക്ഷണാർത്ഥം വെക്കുന്നതാണ്, അല്ലാതെ വേറൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് എടുക്കരുത്. അഥവാ കയ്യിൽ കിട്ടിയാൽ തന്നെ അവരെ ഏൽപ്പിക്കുക. എന്നാൽ അവൾ റൂമുകളെല്ലാം ക്ലീൻ ചെയ്യുന്നതിനിടയിൽ അത് അവിടെ നിന്ന് സ്വർണ്ണാഭരണങ്ങളായിട്ടും ക്യാഷുകളായിട്ടും അങ്ങനെ കിട്ടുകയാണ്. ശരിക്കും അവൾക്ക് ഷാമിൽ പറഞ്ഞ കാര്യം ആലോചിച്ചു പോയി. എന്നാൽ പെട്ടെന്ന് അതാ തൻ്റെ പിന്നിൽ നിന്ന് തനിക്ക് മൃദുവായിട്ട് ഒരടി കിട്ടുന്നു. ഒരു നിമിഷം അവൾ ഞെട്ടിത്തിരിഞ്ഞു. എന്താ റസിയ എന്നുള്ള രീതിയിൽ അത് അറബിയാണ്. അവൾ ഭയന്ന് വിറച്ചു. അതെ, എന്താ റസിയ? തിരക്കിടില്ലല്ലോ നീ? എന്തായി, നിൻ്റെ ഹുബൂസൊക്കെ ചുട്ട് കഴിഞ്ഞോ? നിൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഹുബൂസ് കഴിക്കാൻ എനിക്കും ഉണ്ടാവില്ലേ ഒരാഗ്രഹം. അതിനു വേണ്ടി കാത്തിരുന്നപ്പോൾ നിനക്ക് ആ പണി കഴിയില്ല എന്ന്. സാരല്ല, കഴിയുന്ന പണി എടുക്കാമല്ലോ. എന്താ നിനക്ക് ഇവിടെയൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളും നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? അറബി ചോദിക്കുന്നു. എന്നാൽ അവൾ ഇരിക്കുന്നതും അവൾ അടിച്ചു വരുമ്പോൾ കുമ്പിടുന്നതും എല്ലാം തന്നെ അറബി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ കയ്യിലുള്ള ആ ഒരു വലിയ വടി കൊണ്ട് അവളുടെ ബാക്കിൽ ഒരു അടി കൊടുക്കുകയും ചെയ്തു. അവൾ ശരിക്കും ഞെട്ടിപ്പോയി. നല്ല രീതിയിൽ ചെയ്തോളൂ എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് ശരിക്കും പറഞ്ഞാൽ അയാളുടെ സ്വഭാവം അത്രയങ്ങ് നല്ലതല്ല എന്ന് തോന്നിപ്പോയി. അവൾ ഭയത്തോടെ അദ്ദേഹത്തെ നോക്കി, റബ്ബേ പഠിച്ചോനെ, അറബി വീട്ടിൽ ജോലിക്ക് ചെന്നാൽ ചില അറബികൾ പലതും ചെയ്യും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇയാൾ കൽപ്പിച്ചൂട്ടി എന്നെ അടിച്ചതാണോ അതോ അറിയാതെ തട്ടിപ്പോയതാണോ എനിക്കറിയുന്നില്ല. എന്താ റസിയ, വേഗം ചെയ്തോട്, അറിയുന്ന ജോലി. അപ്പം നിൻ്റെ ഹുബൂസ് കഴിക്കാനുള്ള ഭാഗ്യം എനിക്ക് റമദാനിലില്ല അല്ലേ? അയാളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൾ ശരിക്കും ഞെട്ടിപ്പോയി. അർബ വേണ്ട, നീ ജോലി ചെയ്യേ. അങ്ങനെ അതാ
അവളെ കൊണ്ട് നല്ല രീതിയിൽ അദ്ദേഹം ജോലി എടുപ്പിക്കുന്നു. നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തോളൂ കേട്ടോ. ശരിക്കും അറബി പറയുന്നത് കേട്ട് അവൾക്ക് എന്തൊക്കെയായിപ്പോയി. പക്ഷെ അയാൾ അവിടെ സോഫയിൽ ഇരുന്നു എന്നല്ലാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതേയില്ല. അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നോക്കിക്കൊണ്ട്. എന്നാൽ അവൾക്ക് വല്ലാത്തൊരു ഭയം തോന്നി, മടി തോന്നി. റബ്ബേ പഠിച്ചോനെ, അയാൾ അവിടെ ഇരിക്കുകയാണല്ലോ. എനിക്ക് ഇരുന്നിട്ടായിട്ടും കുമ്പിട്ടായിട്ടും എന്തൊക്കെ ജോലികൾ ചെയ്യാനുണ്ട് ഇവിടെ. പക്ഷെ അയാൾ എന്ത് കാര്യത്തിന് റബ്ബേ? അവളുടെ ഹൃദയം പൊട്ടിപ്പോയി. പഠിച്ചോനെ, ഒരു നിമിഷം അവൾ മുത്തുവിനെ ഓർത്തു. മുത്തു ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഷാമിൽ നിറഞ്ഞിരുന്നെങ്കിൽ. എന്നാൽ അറബിയല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ പേടിച്ചിരിക്കാനേ പറ്റുള്ളൂ. എങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പഠിച്ചോനെ നീ കാക്ക്. എന്നാൽ അത് കണ്ടുകൊണ്ട് ഗദ്ദാമാത കടന്നു വരുന്നു ചിരിച്ചുകൊണ്ട്. ആ അർബാവ്, എന്തൊക്കെ തന്നെയല്ലോ നിങ്ങൾ കൊണ്ടുവന്ന പെണ്ണ് ചെരക്കാണല്ലോ എന്നുള്ള രീതിയിൽ കളിയാക്കി പറഞ്ഞുകൊണ്ട്. ശരിക്കും അവൾക്ക് തോന്നിപ്പോയി, റബ്ബേ ഈ ഒരു ഗദ്ദാമയും അറബിയും തമ്മിലൊക്കെ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടോ എന്ന് വരെ തോന്നിപ്പോയി. അവൾക്ക് അല്പസമയം കൊണ്ട് തന്നെ കാര്യങ്ങൾ പിടികിട്ടി. പാവം ആ സ്ത്രീ, ഉമ്മുൽ ഖൈർ എന്ന പേരുള്ള അവർ പാവം. കാരണം ഈ അറബിയും ഈ ഗദ്ദാമയും തമ്മിലാണ് വലിയ ചിരിയും കളിയൊക്കെ. ഇപ്പോൾ ഞാൻ കൂടി അതിലിരയാകുകയാണ് എന്നാണ് തോന്നുന്നത്. എനിക്കറിയുന്നില്ല എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്, എനിക്കറിയുന്നില്ല. ഈ ഒരു അറബി അത്രയ്ക്ക് ശരിയുള്ള ആളല്ല ഗദ്ദാമയും. അതവൾക്ക് നിമിഷങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാവുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവവും കാര്യങ്ങളും അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഗദ്ദാമ അതിനിടയിൽ എന്തൊക്കെയോ അറബിയിൽ അതിനോട് സംസാരിക്കുന്നുണ്ട്. റസിയക്കാണെങ്കിൽ അത്ര അറബി വശമില്ലല്ലോ, അവൾ വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് സംസാരിക്കാൻ, അവരെന്താണ് സംസാരിക്കുന്നത് എന്നറിയുവാൻ അവൾക്ക് കഴിയുന്നില്ല. അവൾ അറിയാതെ ദയനീയമായവരെ നോക്കുമ്പോൾ അവരെന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയും ചെയ്യുന്നു. ശരിക്കും അവൾക്ക് എന്തൊക്കെയോ തോന്നിപ്പോയി. റബ്ബേ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഒരിക്കലും ഷാമിലിനെ പിന്നെ കണ്ടതുമില്ലല്ലോ റബ്ബേ. ഷാമിൽ എന്നെ ചതിച്ചിട്ടുണ്ടാവോ? അതൊന്നും ഒരിക്കലുമില്ല. മുത്തുവിൻ്റെ സ്ഥിതി എന്താണാവോ റബ്ബേ, എനിക്കറിയുന്നില്ല. എന്നാൽ ഇവിടെ ക്ലീൻ ചെയ്യുമ്പോൾ അയാൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്നേ ഇല്ലല്ലോ. എന്താ ഞാൻ ചെയ്യുക? എനിക്കാണെങ്കിൽ അവൾക്ക് ആകെപ്പാട് ടെൻഷനായി. കാരണം അറബി മുന്നിലിരിക്കുകയാണ്. എന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് ഞാൻ അടിച്ചു വാരണം തുടക്കണം. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അയാൾ, എനിക്ക് സമാധാനമില്ല റബ്ബേ. റസിയ അവിടെ നിന്നൊന്നും ചെയ്യാതെ അവിടെ നിന്നപ്പോൾ ഗദ്ദാം പറഞ്ഞു, എന്താ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത്? അങ്ങ് നല്ല രീതിയിൽ ജോലി ചെയ്യടി. അതിന് വേണ്ടിയിട്ടല്ലേ നിന്നെ അർബാവ് കൊണ്ടുവന്നത് അല്ലേ? അല്ല, നിന്നെങ്ങനെ ഒരു കാഴ്ചവസ്തുവായി വെക്കാനല്ല. ഇവിടുത്തെ ജോലി നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. വേഗം കണ്ട് ചെയ്തോടി. എന്താ നിനക്കിത്രര്? ശരിക്കും ഗദ്ദാമ തന്നെ കൽപ്പിക്കുകയാണ്. എന്നാൽ അറബി അതിനോട് പറഞ്ഞ് എന്തൊക്കെയാണ് ചിരിക്കുന്നുണ്ട്. പഠിച്ചോനെ റബ്ബെ, ഞാൻ വല്ലാത്തൊരു പുലിമടയിലാണല്ലേ വന്ന് പെട്ടത്. അപ്പുറത്ത് ആ ബീവിയുടെ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ മനസ്സിന് സമാധാനമാണ്. അറിയുന്നില്ല ഇവരെന്ത് വേറൊരു രീതിയിലാണെന്ന് തോന്നുന്നു. സാധാ അറബികൾ തന്നെയല്ലേ എന്ന് വരെ അവൾ ചിന്തിച്ചു പോയി. എന്നാൽ അവളെക്കൊണ്ട് അവിടെ ആകെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യിപ്പിക്കുകയായിരുന്നു ഗദ്ദാമ. അത് കഴിഞ്ഞിട്ട് വേണം ഹുബ്സ് ഉണ്ടാക്കാൻ, ഓക്കെ എന്നും പറഞ്ഞു. എന്നാൽ അറബി ശരിക്കും റസിയെ ആകർഷിച്ച് അവൾ ആസ്വദിക്കുക തന്നെയായിരുന്നു എന്നവൾക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്തൊരു ചമ്മല് തോന്നി. ആ അറബിയുടെ മുമ്പിൽ ഒരിക്കലും ഈ ജോലി ചെയ്യാൻ ഒരിക്കലും മുത്തുക്ക് സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, ഇയാളെന്തെങ്ങനെ നോക്കി നിൽക്കുന്നത്? റസിയ ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. അറബി അവളെ വിളിച്ചു. റസിയ എന്നാ എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ കന്തൂറയുടെ ആ ഒരു പോക്കറ്റിൽ നിന്നും കുറച്ചധികം ക്യാഷ് എടുത്ത് അവളുടെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, റസിയ ഇത് നിനക്കുള്ളതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ഞാൻ തന്നത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒഴിഞ്ഞു പോകാനല്ല. അത് നീ ഇവിടെ സ്ഥിരതാമസമാക്കണം. പക്ഷേ എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഒരു ഭാര്യയുണ്ട് അപ്പുറത്ത്. അവളുടെ അടുത്തേക്ക് സഹവസിക്കാനോ ഒന്നിനും പോകാൻ പാടില്ല, ഓക്കെ? ഇവിടെ കിച്ചൺ ഒക്കെയാണ് നിനക്കുള്ളത്. കൊട്ടാരത്തിൻ്റെ ഈ ഭാഗങ്ങളായിട്ട് മുഴുവനും, അതുപോലെ കിച്ചൺ ഏരിയയും അതൊക്കെ നിനക്കുള്ളതാണ്. അതെല്ലാം നല്ല രീതിയിൽ വെടുപ്പും വൃത്തിയോടും കൂടെ കൃത്യനിഷ്ഠയിൽ ചെയ്യുകയാണെങ്കിൽ നിനക്കിതല്ല, ഇതിനേക്കാൾ ഞാൻ പാരിതോഷികങ്ങൾ തന്നിരിക്കും. എന്നാൽ റസിയക്കത് വാങ്ങാൻ തന്നെ കഴിഞ്ഞിരുന്നില്ല. ഇത്
എനിക്ക് വേണ്ട, ഞാനിപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അവൾ പറഞ്ഞൊപ്പിച്ചു. അതെന്താ, ഞാൻ തന്നാ നീ വാങ്ങൂലേ? പിന്നെ റസിയ, നീ സുന്ദരിയാണ് കേട്ടോ. ശരിക്കും അറബിയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ അവൾ ഞെട്ടിത്തെറിച്ചു പോയി. അവൾക്ക് അയാളുടെ ഉദ്ദേശങ്ങൾ മനസ്സിലായി. പഠിച്ചോനെ റബ്ബേ നീ കാക്ക്. അവൾക്ക് ഭയം തോന്നി. അവൾ ഒരു നിമിഷം അവിടെ നിന്ന് അതാ ഇറങ്ങിപ്പോകുന്നു. നേരെ അടുക്കളയുടെ ഭാഗത്തേക്ക് ചെന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. എന്നാൽ ഗദ്ദാമ്മ അത് കണ്ടങ്ങോട്ട്, എന്താടി മോങ്ങുന്നത് കിടന്നിട്ട്? ഒന്നുമല്ല അറബി. എന്താ അറബി നിന്നെന്തെങ്കിലും ചെയ്തോ? അറബി നിന്നെ ചെയ്താൽ ഒരു പേടി നീ പേടിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് കയ്യിൽ നല്ലോണം പണം വരും, അത് നീ ഓർത്തോ, അത് മറക്കണ്ട. നീ അവിടുത്തെ അടിമപ്പെണ്ണാണ്. അടിമപ്പെണ്ണ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ആദ്യത്തെ സമ്പ്രദായം എന്ന് വെച്ചാൽ എന്തായിരിക്കും? അടിമ സ്ത്രീ പ്രസവിക്കുന്ന പെണ്ണ്, യജമാനൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്ന പെണ്ണാണ് അടിമ സ്ത്രീ. അതായത് എന്താ നിനക്ക് പിടി കിട്ടിയിട്ടുണ്ടാവുമല്ലേ? ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്നാൽ അത് കേട്ട് ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. അല്ലാ റബ്ബേ, ഇങ്ങനെയുമുണ്ടോ അറബികളുടെ ഇടയിൽ ഓരോന്ന് സംഭവിക്കുന്നു? അവൾക്ക് ഭയം തോന്നി. അയാൾ ആ വടി കൊണ്ട് എൻ്റെ പുറകിലേക്ക് വന്ന് ഒരടി അടിച്ചതും അതെല്ലാം അവൾക്ക് അപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പം അത് കരുതി കൂട്ടിയിട്ടാണ് എന്ന് തോന്നിപ്പോണ്. അവൾക്ക് ആകപ്പാടെ സങ്കടമായി. അവൾക്ക് ആ ഗദ്ദാമ്മയുടെ താഴെയായിട്ട് ഒരു പായയിലാണ് അവൾക്ക് സ്ഥലം കൊടുത്തിരുന്നത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അറബി അതുവഴി വന്നു. ശരിക്കും ഞെട്ടിപ്പോയി അവൾ. ഗദ്ദാമ്മയെ വിളിച്ചു. അവൾക്ക് നല്ലൊരു ബെഡും കട്ടിലും കൊടുക്ക് കേട്ടോ എന്ന് പറഞ്ഞു. ഒരു നിമിഷം ഗദ്ദാമ്മക്ക് ചെറിയൊരു അസൂയ. അവൾ വന്നപ്പോഴേക്കും ബെഡും കട്ടിലോ? ഞാനൊക്കെ ഇവിടെ നിലത്തായിരുന്നു കിടന്നിരുന്നത്. ഇപ്പം എന്താ അവൾക്ക് അങ്ങനെയൊരു മാറ്റം? എന്താണാവോ? എന്നാൽ ഗദ്ദാമ്മ വിചാരിച്ചു, ഇത് വരുമ്പോൾ തന്നെ തലയിൽ കയറ്റി നിർത്തുന്നുണ്ടല്ലോ അറബി. അറബിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ട മൂപ്പരല്ലെങ്കിലും നക്കിക്കൊല്ലുമെന്നാണല്ലോ, വാരിക്കോരി കൊടുക്കുന്ന എന്താണല്ലോ. അതൊക്കെ തന്നെയായിരിക്കും സംഭവം. കുറച്ച് കാണാൻ മുഞ്ചുള്ള ഒരു ഇളംപ്രായം പെണ്ണല്ലേ, എന്നെപ്പോലെ വലിയ തള്ളച്ചിയൊന്നും ആയിട്ടില്ലല്ലോ, അതിൻ്റേതായ ഒരു ഇഷ്ടം ഉണ്ടാവും. ഗദ്ദാമ്മയുടെ മനസ്സിലും ഓരോ ചിന്തകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവൾ ക്ഷീണത്താൽ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയിരുന്നു. അവളെ ഉറക്കെ വിളിച്ചു നിർത്തിക്കൊണ്ട്, ഡീ റസിയ, എന്താ നീ ബാക്കി പണി പൂർത്തിയാക്ക്. എന്താ ചപ്പാത്തി ഹുബൂസ് ഉണ്ടാക്കുന്ന ഇടയിലൊക്കെ എണീറ്റ് പോയിട്ടുണ്ടല്ലേ? അത് കംപ്ലീറ്റ് ചെയ്യണം, അല്ലാതെ ഉറങ്ങാനുള്ളതല്ല ഈ സമയം. ഗദ്ദാമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് പാവം അവൾ പേടിച്ച് ഞെട്ടിത്തരിച്ചെണീറ്റു. അത് ഞാൻ അറിയാതെ ഒരു സ്ഥാപനത്തിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുമ്പോൾ വളരെയധികം വ്യക്തമായും കൃത്യമായും അത് ചെയ്യണം. ഗദ്ദാമ്മ ഞെട്ടിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ റസിയ പാവം അവിടെ എഴുന്നേറ്റിരുന്നു. അറിയാതെ ക്ഷീണം കൊണ്ടൊന്ന് ഉറങ്ങിപ്പോയതായിരുന്നു. എന്നാ വേഗം പണി തുടങ്ങ്. എന്നാൽ അവൾ പതിവ് പോലെ വീണ്ടും ആ അടുപ്പിൻ്റെ അടുത്തേക്ക് വന്നു. മാവുകൾ ഒഴിച്ചു. പക്ഷേ അവളുടെ ക്ലിയർ ആകുന്നില്ല. അങ്ങനെ തന്നെയാണ് പഠിക്കുക. ഞാനൊക്കെ ഇരുന്നിരുന്ന് എൻ്റെ കാല് ഊരയും പോയിരുന്നു. ഊരൊക്കെ ആകപ്പാടെ വേദനയായിട്ട്. ഇനി നീ ചെയ്യേ ഇതൊക്കെ കുറച്ച്, അല്ലാതെ മറ്റു ജോലികൾക്കല്ല പോകേണ്ടത്. ആദ്യം അടുക്കളയിൽ നിന്ന് തുടങ്ങ്, അടുക്കളപ്പണി. അത് കഴിഞ്ഞ് മറ്റുള്ള ജോലികൾക്ക് പോയാൽ മതി. മനസ്സിലായല്ലോ? ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവൾ അതനുസരിച്ച്, പഠിച്ചോനെ അല്ല ഇനി അങ്ങ് റെഡിയായാൽ മതിയെന്ന് റബ്ബേ. ഞാൻ ചുട്ടതെല്ലാം ഒരു വൃത്തിയില്ല റബ്ബേ. പഠിച്ചോനെ ഇനിയെങ്കിലും റെഡിയായാൽ മതിയായിരുന്നു. പഠിച്ചോനെ നോമ്പൊക്കെ ആകുമ്പോഴെത്തും എനിക്കൊരു പരിഗണന നൽകിയാൽ മതിയായിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ പേടിയുണ്ട് റബ്ബേ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അവൾ പഠിച്ച റബ്ബിനോട് മനമുരുകി പ്രാർത്ഥിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. റസി അവിടെ നിന്ന് രക്ഷപ്പെടുമോ? മുത്തുവിൻ്റെ അരികിലേക്ക് എത്തുമോ? അതോ അറബിയമ്മയുടെ അരികിലേക്ക് എത്തുമോ? നമുക്ക് കാത്തിരിക്കാം ഇൻഷാ അല്ലാഹ്.